കേട്ടുകേൾവില്ലാത്തൊരു കാര്യമാണ് ഈ രാജേഷിൻ്റെ കാര്യത്തിൽ. 36 വയസ്സ് പ്രായമുണ്ട്, നീന്തൽ വിദഗ്ധനാണ്, സാഹസിക യാത്ര നടത്തുന്നവനാണ്. ഞാൻ ആ വീട്ടിൽ പോയതാണ്. സ്വന്തമായി വീടില്ല. പിന്നെ അയാൾ എവിടെ ആൾക്കാരെ സഹായിക്കണോ പോകുന്നൊരു വിഷയമാണ്. അവസാനം സ്വന്തം ജാക്കറ്റ് ഊരി ബെന്നി എന്ന് പറയുന്ന ഒരു സുഹൃത്തിന് കൊടുത്ത് അങ്ങനെയാണല്ലോ ഇയാൾ ഒഴുക്കിൽ പെടുന്നത്. അവിടുത്തെ ആ ബോഡി ശാസ്ത്രീയമായി എംബാമൊക്കെ ചെയ്ത് പിന്നെ മൊബൈൽ മോർച്ചറിയിൽ തരണമെന്ന് ഇവിടുത്തെ ബന്ധുക്കളും സ്വന്തക്കാരൊക്കെ ആവശ്യപ്പെട്ടതാണ്. അടുത്ത തഹസീൽദാരും കളക്ടറും അതേപോലെ തന്നെ ആൾക്കാരെല്ലാം പ്ലാസ്റ്റിക് ബാഗിൽ വെച്ചാണ് പൊതിഞ്ഞ ബോഡി വിട്ടത്. 3 സ്ഥലത്ത് ബോഡി മാറ്റി കയറ്റേണ്ടി വന്നു. ഇതൊരു അന്വേഷണത്തിൽ മാത്രം നിൽക്കാൻ പറ്റുമോ? ആരോഗ്യവകുപ്പ് മന്ത്രി മുരളിക്ക് എന്ത് പറയാനുണ്ട്? അദ്ദേഹം പറഞ്ഞില്ല ഒരു ഘട്ടത്തിൽ, തോറ്റവരെല്ലാം വീട്ടിലിരുന്ന് പറഞ്ഞാൽ മതിയെന്ന്. 7 പ്രാവശ്യം തോറ്റവനാണ്. മന്ത്രിയായിരുന്നപ്പോൾ മന്ത്രിയായി മത്സരിച്ചപ്പോൾ തോറ്റ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക വ്യക്തിയാണ്. അവരെല്ലാം നമ്മൾ അങ്ങനെ തന്നെ ആരാധിക്കണം, അത് വേറെ വിഷയം. അതുപോലെ തന്നെ ഈ കാസർഗോഡ് അവിടെ സ്കൂൾ ക്വിസ് മത്സരം നടന്നു. VD സവർക്കറെ പുകഴ്ത്താനുള്ള ചോദ്യങ്ങളാണ് ഈ ക്വിസ് മത്സരത്തിൽ ചോദിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ പൊതുവിദ്യാഭ്യാസ മേഖലയെ കാവ്യവൽക്കരിക്കുവാനും ചരിത്രത്തെ വികലമാക്കുവാനുള്ള പരിശ്രമമാണ് ഇന്നിപ്പോൾ BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിന് എല്ലാവിധ പിന്തുണയും UDF കൊടുക്കുകയാണ്. UDF ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം അന്നു മുതൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച പ്രധാനപ്പെട്ട കീ പോസ്റ്റുകളിൽ RSS BJPക്കാരെ നിയമിക്കുന്നു എന്നുള്ളതാണ്. അത് മുഖ്യമന്ത്രിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നു എന്നുള്ളതാണ്. ഇത് അവിടെ കാസർഗോഡ് ജില്ലയിലെ സോഷ്യൽ സയൻസ് ക്ലബ്ബ് അസോസിയേഷൻ സംഘടിപ്പിച്ച ഫ്രീഡം ക്വിസ് 2026 LP വിഭാഗം ചോദ്യപേപ്പറിലാണ് VD സവർക്കറെ പോഴ്ത്തുന്ന രീതിയിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അതുവഴി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തെ കൊച്ചുകുട്ടികളുടെ ഇടയിൽ തെറ്റായി പഠിപ്പിക്കുകയാണ്. സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലാണെങ്കിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകിയ ചരിത്രമുള്ള സവർക്കറെയാണ് ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്ന് ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിശേഷിപ്പിച്ച് ഉത്തരമായി നൽകിയത്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. എന്തൊക്കെയാണ് നടക്കുന്നത് നമ്മുടെ നാട്ടിൽ? അതായത് ഈ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്ക് മാപ്പപേക്ഷ നൽകിയ ചരിത്രമുള്ള സവർക്കറെ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ നിന്നും ഏറ്റവും കൂടുതൽ ശിക്ഷ ലഭിച്ച സ്വാതന്ത്ര്യ സമര സേനാനി എന്ന് വിശേഷിപ്പിച്ച് ഉത്തരമായി നൽകിയാണ് ഈ ചരിത്രം സൃഷ്ടിക്കുന്നത്. ഞാൻ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നപ്പോൾ ഇവർ NCERTക്കാർ ശ്രീനാരായണ ഗുരുദേവൻ്റെയും അതേപോലെ തന്നെ മഹാത്മാഗാന്ധിയുടെ അസാസിനേഷൻ, ഗുജറാത്ത് കലാപം, പിന്നെ മുഗൾ രാജാക്കന്മാരുടെ ഭരണകാലമൊക്കെ എടുത്തു മാറ്റിയല്ലോ. അതിന് ബദൽ പുസ്തകം നമ്മളിവിടെ കേരളത്തിൽ ഇറക്കിയല്ലോ. ഇന്ത്യയിൽ അങ്ങനെ ബദൽ പുസ്തകം ഇറക്കിയ ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. അപ്പോൾ ഇത് എടുത്തു മാറ്റാൻ കാരണം എന്ന് വെച്ചാൽ മഹാത്മാഗാന്ധിയുടെ സ്ഥാനത്ത് ഈ സവർക്കറെ പോലുള്ള ആൾക്കാരെ സ്ഥാപിച്ചെടുക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമമാണ് ഇന്ന് BJP ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഒരു അന്വേഷണം കൊണ്ട് മാത്രം അവസാനിപ്പിച്ചുകൊണ്ട് കാര്യമില്ല.